ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചില ചെടികളൊക്കെ ഒന്ന് മാറ്റി നടുകയും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ചെടികൾ വന്നതൊക്കെ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറിച്ച് നടുന്നത് അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് പ്ലാന്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഓരോ ക്ലിപ്സ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്, കലാത്തിയിൽപ്പെട്ട പ്ലാന്റാണിത്. കൃത്യമായിട്ടുള്ള പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു നാടൻ കോമൺ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നിറയെ കന്നുകളൊക്കെ വന്നിട്ട് പോട്ടിൽ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു പ്ലാന്റ് പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കന്നുകളായിട്ടാണ് ഈ കലാത്തിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാവുക. എല്ലാവർക്കും അറിയുണ്ടാവും. കൂടുതൽ വെള്ളം ഇഷ്ടമില്ലാത്തയും അതുപോലെ തന്നെ കൂടുതൽ സൺലൈറ്റ് ഇഷ്ടപ്പെടാത്തയും ഒരു പ്ലാന്റാണ് കലാത്തിയ. പക്ഷേ ഈ ഒരു മൺസൂൺ സമയത്തൊക്കെ നമ്മൾ വെള്ളത്തിൽ മഴയത്ത് വെക്കുകയാണെങ്കിലും കലാത്തിയ നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നത് കാണാറുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതും ഇതിൻ്റെ പേരറിയില്ല. ഒരു നാടൻ പ്ലാന്റ് തന്നെയാണിത്. നമുക്കൊരു കെയറും കൂടാതെ നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് നമുക്ക് ഈ ഒരു മഴ സീസണിൽ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ വേര് വന്നിട്ട് നമുക്ക് ചെറിയ ചെടികൾ ധാരാളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ കെയറും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യം ഈ പ്ലാന്റ്സിനൊന്നും ഇല്ല. സാധാരണ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഗാർഡനിൽ നട്ടുവരുന്ന മരച്ചെടികളുടെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ബുഷിയാക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ലീവ്സായിട്ട് നമുക്ക് നല്ല പ്ലാന്റാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിതാ ഇത്രയും മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ കട്ടിങ്സൊക്കെ ചെറിയ പ്ലാന്റ് ആക്കിയിട്ട് മാറ്റി നടാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നുള്ളത്. ഇത് അതുപോലെ നമ്മൾ ബുഷിയാക്കി മുറിച്ചതിന് ശേഷം നല്ല ചെറിയ ലീവ്സായിട്ട് തളിർത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത്. വലിയ കെയറും കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ഈ പ്ലാന്റ് കയ്യിലില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ ഇതും കൂടി ഒന്ന് കളക്ട് ചെയ്യുക. ഇനി നമുക്ക് 2-3 എഗ്ലോണിമ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാം നല്ല കോമൺ ആയിട്ടുള്ള എഗ്ലോണിമ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് പൊതുവെ ഒരു ചെറിയ പോട്ടിൽ മുന്നേ നട്ടുവെച്ചതായിരുന്നു. അപ്പോൾ അതിന് റൂട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി വലിയ സൈസിലുള്ള പോട്ടിലേക്ക് മാറ്റിയിട്ട് വേണം ഫ്രണ്ടിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാറ്റി നടുന്നുള്ളത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ്. സ്റ്റെമ്മൊക്കെ വൈറ്റ് കളറിൽ വന്നിട്ട് ലീവ്സ് നല്ല ഗ്രീനും അതിൽ വൈറ്റ് ലൈൻസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു എഗ്ലോണിമ പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഗാർഡൻ സോയിലിൽ തന്നെയാണ് ഈ പ്ലാന്റ് നട്ടു കൊടുക്കുന്നുള്ളത്. റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ അതിൻ്റെ താഴെ, അതായത് ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത് ഈ കരിയിലകളാണ്. അത് നല്ല വലിയ കരിയിലകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് കട്ട് ചെയ്തിട്ടായിരുന്നു ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സിൽ സാഫ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ അഗ്ലോണിമ പോലുള്ള പ്ലാന്റ്സൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും കമ്പോസ്റ്റ് അത് മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് നമ്മൾ എടുക്കുന്നുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കരിയിലകൾ ഇട്ടതിന് ശേഷം പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ടാണ് എപ്പോഴും പ്ലാന്റ് നടാറുള്ളത്. അപ്പോൾ ഈ നടുന്നുള്ളത് എഗ്ലോണിമ പ്ലാന്റ് അല്ല, ഇത് ഡിഫംബാക്യ പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. നല്ല ലീവ്സോട് കൂടിയിട്ട് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലും അഗ്ലോണിമയൊക്കെ പോലെ കന്നുകൾ വന്നിട്ട് തന്നെയാണ് പ്ലാന്റ് ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ റൂട്ടഡായ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ നമ്മൾ വേറൊരു എഗ്ലോണിമ പ്ലാന്റും കൂടി പ്ലാന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നട്ട് വെച്ച പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുവാണ്. അപ്പോൾ പ്ലാന്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ എഗ്ലോണിമ കളക്ഷൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക.
നമ്മുടെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഈ മഴയത്ത് കുറേ ഭാഗം നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബായ്, താങ്ക് യു.